ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, പിന്നെ അല്ലാതെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അങ്ങനെ കുറച്ച് പ്ലാന്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. അപ്പോൾ കൊറിയർ ചാർജ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് 70 രൂപയാണ്. ഈ 70 രൂപയെന്ന് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 1 kg താഴെ വന്നാലും അവർ 70 റുപ്പീസ് ഈടാക്കും നമ്മളുടെ നിന്ന്. ഇനി 1 kg മുകളിലോട്ട് പോകുവാണെങ്കിൽ അവർ 70 റുപ്പീസിന് മുകളിലോട്ട് അവർ വാങ്ങിക്കുകയും ചെയ്യും. എന്തൊരു അന്യായം അല്ലേ! 1 കിലോയ്ക്ക് താഴെ വന്നാൽ അവർ കുറയ്ക്കത്തതുമില്ല, എന്നാൽ 1 കിലോയുടെ മുകളിലോട്ട് വരുവാണെങ്കിൽ അവർ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തൊരു അന്യായമെന്ന് DTDCക്കാരോട് പോയി ചോദിക്കും, ഞങ്ങളോട് ചോദിക്കാതെ എന്നാണോ? ചോദിക്കും. ഞാൻ പലപ്പോഴും ചോദിക്കണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ, പക്ഷെ ചോദിക്കത്തില്ലേ. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കും, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ചോദിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. പിന്നെ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടേ നിങ്ങളോട്. അപ്പോൾ അത് ഞാൻ പറയാം. നമ്മൾ ചെടി കണ്ട് പോകെ കണ്ട് പറഞ്ഞു പോകാം. ഇത് ലോറ പെറ്റാലം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിൻ്റെ ഫ്ലവറും ലീഫും ഒക്കെ കാണാൻ ഭംഗിയാണ്. ഫ്ലവർ പിങ്ക് കളറാണ്, ലീഫ് ഒരു ഡാർക്ക് പർപ്പിൾ കളറ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് എവിടെയെന്നറിയാം, ഒരു പള്ളിമുറ്റത്ത് വെച്ചാണ്. ദളവാപുരം തെക്കുംഭാഗം പള്ളിയിൽ വെച്ചതായിരുന്നു ഇത് കാണുന്നത് കേട്ടോ. പള്ളിമുറ്റത്ത് എനിക്ക് തോന്നുന്നു ഒരു നല്ല വലിയ ചട്ടിയിൽ ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നല്ല റൗണ്ടിന് വെട്ടി നിറച്ചും ഫ്ലവറായിട്ട് നിൽക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അന്ന് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ലോറ പെറ്റാലോ എന്നാണെന്ന് പേരൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് ചെടികൾ കൂട്ടത്തിൽ നിൽക്കുന്നെങ്കിലും ഇതിലോട്ടാണ് കണ്ണു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ അടുത്ത് ചെന്ന് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ക്യാമറ നിൽക്കുന്നത് അയ്യോ തലോടെല്ലാം അങ്ങ് നിർത്തി. അടുത്തത് യുജീനി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇതിനും നല്ല വെയിൽ, നേരത്തെ കാണിച്ചതിനും വെയിൽ വേണം കേട്ടോ, നല്ല വെയിൽ വേണം. ഇതിനും നല്ല വെയിൽ വേണം. അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് ഇതാണ്, 50 റുപ്പീസാണ്. ഇത് നന്നായിട്ട് വെള്ളം കൊടുക്കണം. വേനൽക്കാലം ആകുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് വെള്ളം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് കൊണ്ട് ഇത് ലീഫ് മൊത്തം കരിഞ്ഞ് അത് ഫുൾ ഉണങ്ങിപ്പോകും. ഇത് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടി വളർത്തുവാണെങ്കിൽ നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസാണ്. ഇത് നമ്മൾ ഒരു തൈ ആയിട്ടല്ല അയക്കുന്നത്. ഇത് ഒരു കവറിൽ തന്നെ 2-3 തൈ, 3 തൈ, 2 തൈ അങ്ങനെ കാണും. അതങ്ങനെ ഫുള്ള് അങ്ങനെ തന്നെയാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് 60 റുപ്പീസ്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ഈ ലീഫിൻ്റെ അടിവശം എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. ഇത് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി, വെയിലത്ത് വെക്കല്ലേ. ഇത് ട്രെസീന പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്പർ എഴുതി കാണിക്കുന്നില്ലായിരുന്നു പ്ലാന്റ്സിലെ, അത് ടൈമില്ലായിരുന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ നമ്പർ എഴുതിയേ കാണിക്കാറുള്ളൂ. ചില വീഡിയോയിൽ മാത്രമേ നമ്പർ കാണിക്കത്തുള്ളൂ. അത് ടൈമില്ലാതെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഒരു കുഞ്ഞു വെള്ള പൂ പിടിക്കുന്ന പ്ലാന്റ്. നന്ദ്യാർവട്ടമാണോ ഇതിൻ്റെ പേര്? എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. ഇത് അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് നിർത്തണം. ഇതും നമുക്കിങ്ങനെ ഈ ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കാം. നിരപ്പിനെ ഇങ്ങനെ ഒരുപോലെ വെട്ടി നിർത്തി വളർത്തുവാണെങ്കിൽ നല്ലതാണ് കാണാനായിട്ട്. ഇതിൻ്റെ ലീഫ് ഗ്രീൻ അല്ല കേട്ടോ, ഇത് യെല്ലോ ഷെയ്ഡാണ് ലീഫിനൊക്കെ. ഈ ഗ്രീൻ വേറെയാണ്, ഇത് വേറെയാണ്. ഗ്രീനേക്കാളും വില കൂടുതലാണ് ഈ യെല്ലോ ലീഫിന്, അങ്ങനെയാണ് ഗാർഡൻകാർ പറയുന്നത്. അടുത്തത് ശ്രീലങ്കൻ മുല്ലയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് പറയുന്നില്ല. ശ്രീലങ്കൻ മുല്ലയിൽ ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഇത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഫ്ലവർ പിടിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താം. മണം ഉണ്ടോയെന്ന് വെച്ചാൽ മണമില്ല ഇതിന്. പൂവുണ്ടോയെന്ന് വെച്ചാൽ പൂവ് ഇഷ്ടം പോലെ പിടിക്കും. ഇതിങ്ങനെ കൊലുന്നിനെ നീളം വെച്ച് പോകും, പക്ഷെ അനുവദിക്കരുത് അങ്ങനെ നീളം വെച്ച് പോകാനായിട്ട്. അതല്ല അതിൻ്റെ ഭംഗിയെന്ന് പറയും. അതും ഭംഗി തന്നെ, പക്ഷേ നമ്മൾ അതിനെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് വളർത്താതെ ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ കൊലുന്നിനെ വിടുകയാണെങ്കിൽ അത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മതിലിൻ്റെ 2 സൈഡിലും 2 പ്ലാന്റ് വളർത്തിയെടുത്തിട്ട് ഈ 2 പ്ലാന്റിനെയും ഒരുമിച്ച് ഈ കൊരുത്തി ഒരു ആർച്ച് പോലെ ആക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിൽ. അതായത് ഒരു കമ്പിയുടെയും സഹായം ഇല്ലാതെ തന്നെ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസാണ്. അപ്പം വെയിലുള്ള ഭാഗത്ത് വേണം ഇത് നിർത്തേണ്ടത്, വെയിൽ വേണം. അടുത്തത് ഡിഫൻ ബാച്ചിയാണ്. ഇത് പണ്ട് മുതലേ ഉള്ള ഡിഫൻ ബാച്ചിയാണ്. നമ്മൾ മുൻപ് ഒരു ഡിഫൻ ബാച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് തീർന്നു കേട്ടോ. അത് നമ്മൾ 2-3 വീഡിയോസിൽ അടുപ്പിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ആർക്കും വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. തീർന്നു കഴിഞ്ഞപ്പോൾ ഡിഫൻ ബാച്ചി ഉണ്ടോ തീർന്നത്. 50 രൂപയ്ക്കായിരുന്നു നമ്മളത് സെയിൽ ചെയ്തത്. പിന്നെ നമ്മളത് ക്ലിയറൻസ് സെയിലിൽ 30 റുപ്പീസിന് വിറ്റായിരുന്നു. അപ്പോഴേ 2-3 പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ആ ഡിഫിൻ ബാച്ചയുടെ കഥ കഴിഞ്ഞു. ഈ ഡിഫിൻ ബാച്ചയുടെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. വലിയ പ്ലാന്റ് തന്നെ കേട്ടോ. ഞാൻ വലിയ പ്ലാന്റാണെങ്കിൽ വലിയ പ്ലാന്റ് എന്ന് തന്നെ പറയും, ചെറുതാണെങ്കിൽ ചെറുതെന്ന് തന്നെ പറയും. അടുത്തത് ടെക്കോമ. ഓറഞ്ച് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്, പക്ഷേ ഫ്ലവർ ഇല്ല കാണിച്ചു തരാനായിട്ട്. ഇത് നമ്മൾ വേറെ വെളിയിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 റുപ്പീസാണ്. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ചാണകപ്പൊടി ഇത്രയും ചേർത്ത് വേണം ഇതിൻ്റെ പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട്. ഇത് നമുക്ക് കമ്പ് നട്ടും വേര് പിടിപ്പിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ ക്രീപ്പിംഗ് ആയിട്ട് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ ചട്ടിയിൽ ചെറുതായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെയും വെട്ടി നിർത്താം. ഓറഞ്ച് കളർ ഫ്ലവർ പിടിക്കുന്ന ടെക്കോമയുടെ പ്രൈസ് എന്ന് പറയുന്നത് 80 റുപ്പീസ്. അടുത്തതെന്ന് പറയുന്നത് റെഡ് ലിപ്സ്റ്റിക്ക്, അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. പിന്നീട് ഒരു കാര്യം പറയട്ടെ, നമുക്ക് കാറ്റലോഗ് ഇല്ല. നമ്മളുടെ വീഡിയോസ് ഇട്ട നാൾ മുതൽ പലരും ചോദിക്കുന്നുണ്ട് കാറ്റലോഗ് ഉണ്ടോ എന്ന്. അപ്പോൾ കാറ്റലോഗ് റെഡിയാക്കാത്തതിൻ്റെ കാരണം ഇതാണ്. അതായത് നമ്മൾ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് വെച്ചിട്ടാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. നമ്മുടെ കയ്യിൽ കുറേ അധികം പ്ലാൻസ് നമ്മുടെ വീട്ടിൽ ഭംഗിക്ക് വെച്ചതിനപ്പുറം കുറച്ച് പ്ലാൻസ് അധികം വന്നപ്പോഴത്തേക്ക് ഗ്രോ ബാഗിലാക്കി വളർത്തി അപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഉദ്ദേശം. യൂട്യൂബ് നടത്തണം, യൂട്യൂബ് വേണം, അപ്പോൾ അതിലൊരു ചെറിയ ബിസിനസ് ആരംഭിക്കണം, ഇങ്ങനെ തന്നെയായിരുന്നു തീരുമാനം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ച് അതിനകത്ത് വെച്ച് പിടിപ്പിച്ച് തുടങ്ങി. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഒരു വീഡിയോ ഇടും, 2-3 ദിവസത്തിനകം ആ പ്ലാൻസ് തീരും, അടുത്തതിടും, അതും അപ്പം നന്നായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടിങ് മൂലം കാണുന്നവർക്കറിയാം, ഒരുവിധം വലിയ കുഴപ്പമില്ലാത്തൊരു വില വെച്ചിട്ടാണ് ഞാനത് സെയിൽ ചെയ്യുന്നത്. എൻ്റെ ഒരു തീരുമാനം ഇങ്ങനെയായിരുന്നു, സാധാരണക്കാർക്ക് എൻ്റെ നിന്ന് വാങ്ങിക്കാൻ പറ്റണം. അതായത് ഒരുപാട് പൈസ മുടക്കി വാങ്ങിക്കാൻ പറ്റാത്തവർ കാണുമല്ലോ. കാര്യം ഞാനും ഓൺലൈനിൽ നിന്ന് പ്ലാൻസ് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ വില കൂടിയതിൻ്റെ പേരിൽ ഞാനും മാറ്റി വയ്ക്കാറുണ്ട്, ഇപ്പം വാങ്ങിക്കേണ്ട, പിന്നെ വാങ്ങിക്കാമെന്ന്. അപ്പം ആ ഒരു വിഷമം എനിക്കറിയാം. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായിരുന്നു എൻ്റെ ഉദ്ദേശം, കാക്കയുടെ വിശപ്പ് മാറണം, പശുവിൻ്റെ കടിയും മാറണം. അതായത് യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കൊരു വരുമാനവും വേണം, സാധാരണക്കാർക്ക് എൻ്റെ നിന്ന് പ്ലാൻസ് വാങ്ങിക്കാൻ പറ്റണം, എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റണം, അത് കുറേ പേര് കാണണം, എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ സെയിൽ നല്ലതുപോലെ നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്ലാൻസ് ഒന്നും ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഹോൾസെയിലായിട്ട് എവിടെ പ്ലാൻസ് കിട്ടും, അതായത് ലാഭത്തിന്, നമുക്ക് ഈ ഒരു റേറ്റിന് എനിക്കും ലാഭത്തിന് കിട്ടണം, എനിക്കും മറ്റുള്ളവർക്ക് കുറച്ച് ലാഭത്തിന് കൊടുക്കണം, ഈ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ ലാഭത്തിന് എവിടെ ഹോൾസെയിലായിട്ട് കിട്ടുമെന്നുള്ള അന്വേഷണം തുടർന്ന് അങ്ങനെ 1-2 സ്ഥലത്തുനിന്ന് കിട്ടി. പക്ഷേ അവിടെയും ചില പ്ലാൻസിനൊക്കെ വില കൂടുമ്പോൾ ഞാൻ എടുക്കാറില്ല. അങ്ങനെയാണ് ഞാനിപ്പം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ വളർത്തുന്നതും അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാറ്റലോഗ് എനിക്ക് റെഡിയാക്കാൻ പറ്റാത്തത്. കാര്യം കാറ്റലോഗ് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് കാണത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, എങ്കിൽ പിന്നെ ഈ കാറ്റലോഗ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന്. അതുകൊണ്ടാണ് കാറ്റലോഗ് വെക്കാതിരുന്നത്. ഇനി നമ്മൾ കാറ്റലോഗ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. പറഞ്ഞു തീർന്നിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി കാര്യം പറയാനുണ്ട്. ഇത് കലാത്യ. ഇത് നമുക്ക് 2 പ്രൈസിനുണ്ട്. 80 റുപ്പീസിനും ഉണ്ട്, 60 റുപ്പീസിനും ഉണ്ട്. ഇത് പക്ഷേ 3 തൈയേ ഉള്ളൂ. 2 തൈ 80 റുപ്പീസിനും പിന്നെ ഒരു തൈ 60 റുപ്പീസിനും ഉണ്ട്. നല്ല ലൈറ്റ് ഗ്രീനിൽ അറ്റത്തുകൂടി ഇതിനൊരു ഡാർക്ക് ബോർഡർ പോയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ അടിവശം എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്, തണ്ടിനും ആ ഒരു കളറാണ്. ഇതിൻ്റെ പ്രൈസ് 80 റുപ്പീസ് ആൻഡ് 60 റുപ്പീസ്. കലാത്തി എല്ലാം തന്നെ നമ്മൾ വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കണം. വെളിച്ചമുള്ള സ്ഥലത്ത് എല്ലാം കൂടി അടുപ്പിച്ച് വെക്കണം. ഇവർക്കിങ്ങനെ ചേർന്നിരിക്കുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാ ചെടിയും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ എല്ലാത്തിലും പറയുന്നത് നല്ല ഭംഗിയുണ്ട് എന്ന്. ചെടിയെല്ലാം നല്ലതാണ് അല്ലേ? ഇത് ഈ കമൻറ്റ് കണ്ട, പ്ലീസ് എക്സ്പ്ലെയിൻ തമിഴ്. എനിക്ക് ശരിക്കും തമിഴ് അറിയത്തില്ല. എനിക്ക് തമിഴ് അറിയത്തില്ല. എനിക്ക് പക്ഷേ കേട്ടാൽ മനസ്സിലാവും. മുമ്പൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ പിന്നെ തമിഴ് സിനിമ, തമിഴ് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെ, പാട്ടൊക്കെ ഇഷ്ടം തന്നെ. എങ്കിലും വിജയ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ വിജയും സിമ്രാനുമായിരുന്നു. ഇഷ്ടമാണ് തമിഴ് ഭാഷ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവരുടെ ഭാഷയ്ക്ക് ഒരു എളിമ ഫീൽ ചെയ്യും നമുക്ക്, ഇല്ലേ? അവർ അമ്മ എന്ന് ചേർത്തിങ്ങനെ പറയുമ്പോഴത്തേക്കേ നല്ലതാണ് കേൾക്കാനായിട്ട്. അവർ വാട്സപ്പിലൊക്കെ എനിക്ക് പ്ലാൻസ് ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ നിന്ന് ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങിക്കുന്നുണ്ട് ചെന്നൈയിൽ.
അപ്പോൾ പക്ഷേ എനിക്ക് തമിഴ് അറിയത്തില്ല, അപ്പോൾ എനിക്ക് ഒട്ടും അറിയത്തില്ല. എനിക്ക് തമിഴ്നാട്ടിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും പിന്നെ കസ്റ്റമേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് ഭാഷയോട് കുറച്ചുകൂടി ഇഷ്ടം കൂടി. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മാതൃഭാഷ, അത് കഴിഞ്ഞാൽ തമിഴ് ഭാഷയാണ് ഇഷ്ടം. ഇപ്പം കുറച്ചുകൂടി ഇഷ്ടമാണ്. ഇനി പറയാനുള്ളത് കമൻസിൻ്റെ കാര്യമാണ്. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ടൈമിൽ ഞാൻ 2-3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത്, നമുക്ക് നെഗറ്റീവ് എന്തെങ്കിലും കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആയിട്ടുള്ള വഴിയെ വിടുക, നമ്മൾ നമ്മുടെ കാര്യം തിരക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് സ്റ്റാർട്ടിങ് മുതലേ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കമൻസ് ആയിരുന്നു ഫുള്ള് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോ വരെ എനിക്ക് തോന്നുന്നു ഒരു 2-3 കമൻസ് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് ഒരു അഗ്ലോണിമ, അതിന് വെറും 20 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് ഒരു കമൻറ്റ് എനിക്ക് ഷോർട്സിൽ ഇങ്ങനെ വന്നായിരുന്നു, ഇത് ഞങ്ങളുടെ വടക്കേപ്പുറത്ത് ഒരുപാട് വളർന്ന് കിടപ്പുണ്ട്, വേണമെങ്കിൽ തരാം, ഇവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ ഒരു ലവും തമ്പും കൊടുത്തു. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് ഞാൻ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇതാരാണ് എന്നുള്ള രീതിയിലൊന്ന് നോക്കിയപ്പോൾ ആ ആൾക്കും ചാനലുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലായി, ശരി, ചാനലുണ്ടായിട്ടാണ് വന്ന് പുച്ഛഭാവത്തിൽ കമൻ്റ് ഇട്ടേക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ കരുതിയായിരുന്നു. അവർക്കാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സും കുറവ്. പിന്നെ അത് കഴിഞ്ഞ് വന്നൊരു നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുന്നത്, ഒരു വീഡിയോ ഇട്ടപ്പോൾ ചെടികൾക്കെല്ലാം വില കൂടുതലാണ് എന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് വെച്ചാൽ, പുള്ളിയാണോ ആരായാലും അവർ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ, അപ്പം വേറെ വീഡിയോസ് കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇട്ടതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് അവരെപ്പോഴെങ്കിലും എൻ്റെ മറ്റു വീഡിയോസ് എല്ലാം കാണുമ്പോഴത്തേക്ക് ഈ ഒരു വിചാരം അങ്ങ് മാറിക്കോളും, ആ ഒരു ധാരണ അങ്ങ് മാറിക്കോളും. കാര്യം ഞാൻ 5 രൂപയ്ക്കും പ്ലാൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന, ഞാൻ എൻ്റെ ഇത് വാങ്ങിച്ചവർക്കറിയാം, 5 രൂപയ്ക്ക് ഞാൻ വേര് പിടിപ്പിച്ച പ്ലാൻസാണ്. എനിക്ക് വേണമെങ്കിൽ അത് കട്ടിങ്സ് കൊടുത്താൽ മതി, പക്ഷേ കൈ കിട്ടുന്നവർക്ക് വളർന്ന് കിട്ടണം എന്നൊരു ധാരണ തന്നെയാണ് ഞാൻ വേര് പിടിപ്പിച്ചിട്ടാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു ലവും ലൈക്കും ആയിരുന്നു കൊടുത്തിരുന്നത്. എനിക്കതിൽ പ്രശ്നമില്ല, അത് മാറിക്കോളും, മറ്റു വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അത് മാറിക്കോളും ആ ധാരണ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. എനിക്ക് ആ കമൻറ്റാണ് ഒന്ന് എടുത്ത് പറയാനുള്ളത് കേട്ടോ. അത് ഒരു മാം ഇട്ട കമൻറ്റാണ്. ഇഫ് യു ഹാവ് എനി ടൈം വൈ ഷുഡ് യു ഡു ദി ഓൺലൈൻ സെയിൽ ? അതർവൈസ് അപ്പോയിൻറ്റ് എനിബഡി വിത്ത്. എനിക്കിങ്ങനെ ഒരു കമൻറ്റ് മാം ഇടാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അതിനകത്ത് സമയക്കുറവിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ടൈം ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ മെസ്സേജ് എടുക്കാറുള്ളത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാനാ പറഞ്ഞത്. എൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവർ വെയിറ്റ് ചെയ്യുന്ന വാങ്ങിക്കാൻ അവർ തയ്യാറാണ്. ചിലർ നമ്മുടെ അടുത്ത് പറയും ഇന്ന ദിവസം അയക്കാവുള്ളൂ എന്ന് പറയും, അതായത് തേഴ്സ്ഡേ, അതായത് ഇന്നലെ എനിക്ക് അയക്കേണ്ടതുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അയക്കാൻ പറ്റില്ല, കാര്യം ഞാൻ ഹസ്ബൻഡുമായിട്ട് പോയിരിക്കുമായിരുന്നു. ഇപ്പോൾ രാത്രി എൻ്റെ കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ച് പ്ലാൻസ് അയച്ചെന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കാര്യം പറഞ്ഞില്ല, എനിക്ക് അയക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ ഹസ്ബൻഡുമായിട്ട് പോയിരിക്കുമായിരുന്നു, വൈകിട്ട് വന്ന് അയക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ പറ്റിയില്ല, ക്ഷീണം കാരണം പറ്റിയില്ല. അപ്പം ചെറിയൊരു തൊണ്ടവേദന, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ചെറിയൊരു തൊണ്ടവേദന, ഇന്നായപ്പോഴത്തേക്ക് ശരീരവേദനയായി, പനിയാകാൻ ചാൻസ് ഉണ്ട് മിക്കവാറും, പക്ഷേ മരുന്ന് കഴിക്കത്തില്ല, എനിക്കിഷ്ടമല്ല, അതുപോട്ട്. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അത് സാരമില്ലെങ്കിൽ എനിക്ക് അടുത്ത തേഴ്സ്ഡേ അയച്ചു തന്നാൽ മതി. എൻ്റെ കസ്റ്റമർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, പിന്നെന്താണ്. പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അതർവൈസ് അപ്പോയിൻറ്റ് എനിബഡി വിത്ത്, അതായത് എനിക്കിപ്പോൾ തൽക്കാലം ഒരു ആളെ എൻ്റെ കൂടെ നിയമിക്കാൻ എനിക്ക് എൻ്റെ സാഹചര്യം അനുവദിക്കില്ല. അപ്പം അത് സാഹചര്യം അനുവദിക്കുന്നത് വരെ മൊയിലാളിയും തൊഴിലാളിയും എല്ലാം ഞാൻ തന്നെയായിരിക്കും. എൻ്റെ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെയല്ല 2 ആളെയോ 3 ആളെയോ ഒക്കെ ഞാൻ നിയമിക്കാം. ഇപ്പോൾ അത് പറ്റില്ല, ഞാൻ തന്നെ തൊഴിലാളി. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരില്ലേ, അവർ ഒറ്റാന്തടി മുച്ചാൻ വയറുമായിട്ട് കഴിയുന്നവരല്ല, അവരൊരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ അവരൊരു മകളാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, അമ്മയാണ്, മരുമോളാണ്, പ്ലംബറാണ്, ടീച്ചറാണ്, ഡോക്ടറാണ് എന്ന് കോമഡിയിൽ പറയുന്ന കണക്ക് അവരെല്ലാമാണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ഓർഡർ കിട്ടി, നമ്മളത് കൺഫേം ആക്കി പൈസ അക്കൗണ്ടിൽ വീണ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാൻ നോക്കും. കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒന്നാമത് സ്ഥലമുണ്ട്, പക്ഷേ ഞാൻ ഗ്രീനെറ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഈ വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എത്രയും എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് സെയിൽ ചെയ്യാനായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് എത്രയും പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വീണ് നമ്മൾ അയച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകുവാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗ്രീനെറ്റ് അടിച്ചിട്ടില്ലെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കില്ലേ, എന്ത് ഗ്രീനെറ്റ് അടിക്കാത്തത്, ഗ്രീനെറ്റ് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു സെയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കല്ലേ. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് ദാസ. അയ്യോ അതങ്ങനെയല്ലല്ലേ, എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ. അതാ അങ്ങനെയാണ്.
കമൻ്റ് ഇടുന്നതും ഇടാത്തതും പോസിറ്റീവായിട്ടുള്ളത് ഇടുന്നതും നെഗറ്റീവായിട്ടുള്ളത് ഇടുന്നതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. കമൻറ്റ് ബോക്സ് വെച്ചേക്കുന്നത് അതിന് തന്നെയാണ്, ഇഷ്ടമുള്ള കമൻ്റ് ഇടാം. പക്ഷേ ഒരു വീഡിയോയിൽ കേൾക്കുന്നത് കേട്ടിട്ട് പറയുന്നത് കേട്ടിട്ട് ഓടി വന്ന് കമൻ്റ് ഇടാൻ നിൽക്കരുത്. 1-2 വീഡിയോസും കൂടി കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻ്റ് ഇടുക. ഇഷ്ടപ്പെട്ട അപ്പോഴും തന്നെ കമൻ്റ് ഇടാം, കുഴപ്പമില്ല. പക്ഷേ നെഗറ്റീവ് ഇടുന്നതിന് മുൻപേ 1-2 വീഡിയോസും കൂടി കാണുക. അതിൻ്റെ മുന്നുള്ള വീഡിയോസിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അസുഖത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പലതും. പൊതുവേ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് പ്രതികരിക്കുന്നത് ഇഷ്ടമല്ല. കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 2-3 തീരുമാനങ്ങൾ എടുത്തതിൽ ഒന്ന് ഇതായിരുന്നു: നെഗറ്റീവ് കമൻറ്റ് പ്രതികരിക്കാതിരിക്കുക. അവരുടെ മറുപടികൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ വീഡിയോസ് ഇങ്ങനെ എന്ത് ഡയലോഗ് പറഞ്ഞ് എനിക്ക് കാണുന്നവരെ ആസ്വദിപ്പിക്കാൻ പറ്റും എന്നാണ് ചിന്ത. നേരത്തെ കമൻറ്റ് വന്ന പോലെ ഈ പ്ലാന്റ്സൊക്കെ ഒരുപാട് ഞങ്ങളുടെ ഇവിടെ കിടപ്പുണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ ചെടികൾക്ക് വില കൂടുതലാണെന്ന് പറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് തിരിച്ച് നോക്കത്ത് കൂടിയില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഓക്കെ എന്നുള്ള രീതിയിൽ ലവ് തമ്പ് അങ്ങനെ ലൈക്ക് കൊടുക്കും. പക്ഷേ ഞാനത് പ്രതികരിക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ എന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഞാനതിൻ്റെ മറുപടി തരണ്ടേ? യൂട്യൂബ് എൻ്റെ ചങ്കാണെങ്കിൽ കമൻറ്റ് ബോക്സ് എൻ്റെ ചങ്കെടുപ്പ് തന്നെയാണ്. പിന്നെ ഈ നെഗറ്റീവ് ചെറുതായിട്ടൊക്കെ വരുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ വളരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിനുള്ള പ്ലാൻസും വിശേഷങ്ങളും ഒക്കെ. അപ്പം പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റോസൊക്കെ ഇല്ലേ, റോസ് ഓൺ റൂട്ടഡ് റോസാണ്, 60 rupees. പിന്നെ ആന്തൂരി നമ്മൾ കാണിച്ച് 2 കളറാണ്, റെഡ് പിന്നെ പർപ്പിൾ കളറ്. പിന്നെ ചെമ്പരത്തി 4 കളേഴ്സ് ഉണ്ട്. അതിൽ 2 കളറെങ്ങാണ്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ. 4 കളറാണ്. അപ്പം ഞാൻ പോകുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. പിന്നെ കമൻറ്റൊന്നും കമൻ്റല്ല ഞാൻ പറയാൻ വന്നത്. പിന്നെ കമൻറ്റ് വിചാരിയുള്ളൂ, അതല്ല ഞാൻ പറയാൻ വന്നത്. ഗിവ് അവേ നടത്തണമെന്നുണ്ടായിരുന്നു. ഗിവ് അവേ നമുക്കിനിയിപ്പോൾ 5K ആകുമ്പോഴത്തേക്ക് ഗിവ് അവേ നടത്താം കേട്ടോ. ഇനി എപ്പോഴാണ് 5K ആവുന്നത് എന്നല്ലേ, അതൊക്കെ ആവും. ഭയങ്കര കോൺഫിഡൻസാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആത്മവിശ്വാസം നല്ലതാണെന്ന് യോധ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ തോൽക്കില്ല കേട്ടോ. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്തത്. നമ്മളാ സംസാരിക്കാമല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. പിന്നെ ചിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാനും ചിരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ കരയാൻ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ പലപ്പോഴും അങ്ങനെയാണ്. ദാറ്റ്സ് കോൾഡ് ലൈഫ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.